everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Kalam Kaval. Let's watch it. Let's watch it. Reincarnation. ഹലോ, റിട്ടയർഡ് ഫോറൻസിക് സർജൻ ജോസഫ് സാറല്ലേ? അതെ സാർ, നമസ്കാരം സാർ. സാർ തിരക്കിലാണ്? നിങ്ങൾ ആരാണ്? ഈ സാർ, എന്റെ പേര് സേതു എന്നാണ്. മലയാളത്തില് 1-2 സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം സിനിമയെ കാണാറില്ല. അത് കുഴപ്പമില്ല സാറേ. ഞാൻ വേറൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. മാക്സിമം റിയലിസ്റ്റിക് ആക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അതിന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു സാർ. അതുകൊണ്ടാണ് സാർ വിളിച്ചത്. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു. अरे रे 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 ओ Man, his look is crazy. Question is, how is he killing now? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ തോന്നി. അറിയത്തില്ല. ഞാൻ പരിചയിച്ചു പോകുന്നത് പേടിയാണ്. അങ്ങനെയൊന്നുമില്ല. എല്ലാരും ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ ഒക്കൂല. എന്നെ പറ്റി ഗുളികയൊക്കെ സ്വപ്പ് ഷുഗറാണ്, പാരമ്പര്യമായിട്ട് കിട്ടുകയാണ്. नया तरीका मारने का। ചെക്ക് ചെയ്ത് വെക്കണം. കുഴപ്പമൊന്നുമില്ല. എന്റെ കിട്ടും പറയാറുണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ. 5-6 വർഷമായിട്ട് മെഡിസിൻ എടുക്കണ്ടേ. ഇതൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ ഫുൾ ടൈം സെറ്റപ്പ് അല്ലേ? നോർമൽ ആണല്ലേ? अरे वो सुई में तो नहीं होगा कुछ? क्या पता अभी। हस्बैंड है इसका। നോക്കി ട്രൈ ചെയ്യ്. ബെൻഡ് ആയി കളിച്ചോണ്ടിരിക്കാതെ എഴുതാൻ നോക്ക്. Ready, 1, 2, 3, start. ഫിനിഷ്. കുറെ കാൾ കഴിയുമ്പോ ഞാനും അച്ഛൻ്റെ അത്ര വലുത് വലുതാവട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. കുറെ കാൾ കഴിയുമ്പോ ഞാനും അച്ഛൻ്റെ അത്ര വലുത് അച്ഛനെ. Okay, thinking. என் தங்கச்சி தான் சார். 2-3 வருஷத்துக்கு மேல ஆயிடுச்சு. எங்க இருக்கா, என்ன பண்றா, யார் கூட இருக்கான்னு தெரியாது சார். அவ திரும்பி வருவாளா சார்? सबकी बहन ही है. அப்ப யாரோ வெளியூர்காரனோட ஓடி போயிட்டா. தகவல் இல்ல சார். அவ எங்களோட பொண்ணுதான் சார். डॉटर भी है ना? ஒரு வருஷத்துக்கு കൂടുതലായി சார். ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോയതാ.
அவன் திரும்பி வருவான்ற நம்பிக்கையில தான் நான் இன்னும் உயிரோடவே இருக்கிறேன். സമയമായിട്ടില്ലല്ലേ? വലിക്കൂ. വലിയൊന്നുമില്ല. ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞപ്പോ ഒരു വലിക്കാനൊരു ഇത്. എന്റെ ശീലമൊന്നുമില്ല. ഞാൻ ഇതാദ്യമായിട്ടല്ലേ റൂമിൽ വെച്ച് പറഞ്ഞാൽ ഞാനൊരു തമാശ അടിച്ചല്ലേ. തമാശ പറയാം. പിന്നെ അതാ പറ്റും പറ്റിയതോ അങ്ങനെ അങ്ങനെ കളിക്കണം. ഒന്നല്ലേ. ഓ റോഡില് കരമന തൊട്ട് കരമന Okay. പാപ്പനങ്കോട് കാട്ടാക്കട നെയ്യാറ്റിങ്ങര പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ച നടന്ന ക്രൈമിന്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് നമ്മൾക്ക് അവിടുത്തെ പോക്സോ കേസുകളും അതിലെ തെറ്റ് ബാക്കി ഗുണ്ട ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെ അവര് വാച്ച് ചെയ്യുന്ന സാർ ഇങ്ങോട്ട് വന്നോ. ഇരിക്കും. ഞാൻ തന്നെ ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗിലായിരുന്നു. അതാ ഫോൺ എടുക്കാതിരുന്നത്. എന്താ വിളിച്ചതായിരുന്നു? സാറേ ഞാൻ ആ തേവരമല കേസായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞ ഇന്ന് രാവിലെ സാർ വിളിച്ചു വെച്ചപ്പോഴാണ് ഞാൻ ഒന്നുകൂടി ആ സൈനൈഡ് കേസ് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയത്. അന്നേരമാണ് സാർ ഒരു കാര്യം കണ്ടത്. ആ കേസിൽപ്പെട്ട ഒരു വനജയുടെ ഫോൺ ഒരാഴ്ച മുന്നേ ഇവിടെ അടൂരിനടുത്ത് വെച്ച് ഒരു തവണ ഓൺ ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു മിസ് കോള് പോയിട്ടുണ്ട്. അതായിട്ട് ഫോണിലോട്ടാ? അത് പായിക്കോടുള്ള ഒരു സ്ത്രീയുടെ നമ്പറാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. സാറിന് ഞാനിപ്പോ പ്രിന്റ് ഔട്ട് Oh, तेरी फंसा भी लगता है मेरे को. हाँ ये घर कितने मस्त लगते हैं, मतलब बड़े बड़े. ആരാ മനസ്സിലായില്ല? ഞങ്ങള് കേരള പോലീസിൽ നിന്നാ. ഓ, അനഘയുടെ വീടല്ലേ? ആണല്ലോ. എന്താ പറ്റി? ഞങ്ങളൊരു കേസായിട്ട് ബന്ധപ്പെട്ട് അനഘയുടെ ഫോൺ നമ്പർ ലിങ്ക് ആയിട്ടുണ്ടായിരുന്നു. അനഘയുടെ അപ്പനല്ലേ? അയ്യോ ഫാദറിന്റെ. ആ, അനഘയല്ലേ ഇവിടെ? ഓ, അനഘയായിട്ട് എനിക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ സോറി സാർ, അവർക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. നാളേക്ക് വരും. ഒരു ഓപ്പറേഷൻ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് കണ്ടാ പോരെ. ഓ, നിങ്ങളുടെ പേരെന്താ? ജെയിംസ്. ആ, ശരി. James. സാറേ ശരിക്കും എന്നാ സാർ പ്രശ്നം? നിങ്ങളാരാ? എന്റെ ചേട്ടന്റെ വൈഫാണ് അനഘ. ആ, അനഘയായിട്ട് നേരിട്ട് സംസാരിച്ചോളാം. അതിന് ചെറിയ പ്രശ്നമുണ്ടോ സാറേ? എന്താ? അനഘ ചേച്ചി ഇന്ന് രാവിലെ മരിച്ചു. ओ പെട്ടെന്നുള്ള അറ്റാക്ക് ആയിരുന്നു. മോൻ ഇവിടെ നിൽക്കുന്ന കാരണം അപ്പച്ചനോടും അമ്മച്ചിയോടും ഒന്നും പറഞ്ഞിട്ടില്ല. ബോഡിയാണെന്നാണ് കൊണ്ടുവരുന്നത്. अभी इसको कैसे मारा? സാർ, ഈ അനഘയുടെ ഫോണും മറ്റവരുടെ ഫോണായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഡോക്ടറിനെ സംബന്ധിച്ച് ചോദിക്കാൻ ചെയ്തു. പുള്ളിയും പറയുന്നത് എന്തെങ്കിലും അറ്റാക്ക് ആണെന്നുള്ളത്. പക്ഷെ അവരുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു മെഡിക്കൽ ഇഷ്യൂ അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല സാർ. എനിക്കെന്ത് തോന്നുന്നു, ചെറിയ ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാണ്. എന്തെങ്കിലും സൈക്കോളജി ഇഷ്യൂ എല്ലാം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ ആവശ്യമായിട്ട് കൈയും കാലം പിടിച്ചു ഒരു സമ്മതിച്ചിട്ടുണ്ട് ചെയ്യാന്ന് പറഞ്ഞു. Okay. അങ്ങനെ പ്രൊസീഡ് ചെയ്ത് ഞാൻ കാശ് പറഞ്ഞു. സോ നമുക്ക് അതിന്റെ ഒരു ഫോറൻസിക്കിനെ പറഞ്ഞൊരു ഡീറ്റെയിൽ എക്സാമിനേഷൻ നടത്തണം. ഇതൊരു ഇൻഡ്യൂസ്ഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. भी हार्ट अटैक कैसे करवा रहा है वो? वही तो मैं सोच रही हूँ. കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം കിട്ടി. ബോഡിയുടെ കെമിക്കൽ അനാലിസിസില് ഡിജിറ്റാലിസ് എന്ന കണ്ടന്റാണ് കണ്ടെത്തിയത്. Okay. ओ ഇത് ഹാർട്ട് അറ്റാക്കിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന വലിയ വിഷയമാണ്. ഇത് ശരീരത്തിൽ എത്തുന്ന അളവിനനുസരിച്ച് മരണം പെട്ടെന്ന് സംഭവിക്കാം, ദിവസങ്ങൾക്ക് ശേഷവും സംഭവിക്കാം. Oh. നീലാമേ, गई ये भी. നീലാമേ, നീലാമേ. പക്ഷെ ഇത് സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ പറ്റില്ല. എന്നെ അലട്ടുന്ന പ്രശ്നം ഇതൊന്നുമല്ല.
ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിവിടെ അവൈലബിൾ അല്ല എന്നാണ്. എന്നല്ല, സിനിമയിൽ മാത്രമല്ല, ഓ അല്ലാതെ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. यार ये कैसे कैसे बना रहा है ഉരുളായി എന്ന ചെടിയിൽ Oh നിന്നാണ് God. ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കരിമേൽ. പക്ഷേ ഇത് അങ്ങനെ Oh, എക്സ്ട്രാക്ട് the sugar taste. ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇത് സാധാരണ കോൺസ്റ്റബിളിന് ഇത്രയും വിവരങ്ങൾ എങ്ങനെ കിട്ടുന്നുള്ളത്? പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഫോറൻസിക് എക്സ്പെർട്ട് ആയിട്ട് കഴിയുന്നത്. എന്നിട്ട് സാർ ഞങ്ങളിത് കുറച്ച് ദിവസമായിട്ട് നല്ലോണം തപ്പി നോക്കി. ഇത് കുറച്ച് കേസുകൾ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഫോൺ ഡീറ്റെയിൽസ് തപ്പി കഴിഞ്ഞപ്പോ വർക്കിലും കോട്ടൂരും ഓരോരോ സ്ത്രീകൾ ഇതുപോലെ അറ്റാക്കായിട്ട് മരിച്ചിട്ടുണ്ട്. Okay. ഇവരുടെ ട്രാഫിക് ഓ എന്ന് വെച്ചാൽ ഈ സ്റ്റിൽ ആക്റ്റീവ്. still active. സാർ ഈ മണി अरे മാത്രമല്ല അവരിപ്പോ അവരുടെ പണി മുമ്പത്തെക്കാളും വൃത്തിയായിട്ട് ചെയ്യുന്നു. സാർ അവർ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് मोहित मेरे को भी लग रहा है he'll never get caught. പക്ഷെ ഇനി ഇതുപോലെ ഒരു ഇൻസിഡന്റും ഉണ്ടാകാതിരിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സാർ എല്ലാ മീഡിയാസിനും അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു അലേർട്ട് കൊടുക്കും. ഓക്കെ സാർ, നമുക്ക് ഇതിലൊരു പ്രശ്നമുള്ളത് കൊല നടക്കുമ്പോൾ അവന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുമെന്നാണ് യാതൊരു നിർബന്ധമില്ല. വ്യക്തി മരിച്ചെന്ന വല്ല ന്യൂസ് വഴി പിന്നീട് അവൻ അറിഞ്ഞാൽ മതി. അതാണ് എന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്കുള്ളത്. that's true. हाँ वो देखिए खुश होता है. Again red pen. ഇപ്പോഴുള്ള കേസുകളുടെ പ്രത്യേകത വിക്ടിമെല്ലാം കുടുംബവും ഹസ്ബൻഡൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്. പിന്നെ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ക്രൈം സ്വഭാവം കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ ആകെക്കൂടി ഉള്ളത് കേരളത്തിലുള്ള കേസുകൾ മാത്രമാണ്. എന്റെ വിശ്വാസം തമിഴ്നാട്ടിൽ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ടാവും. എന്തായാലും സാറിന്റെ വിളിച്ച പറഞ്ഞിട്ടുണ്ട് സാർ. ഓക്കെ, എന്തോട്ട് ചെറിയ കുഴപ്പമുണ്ട്. എന്താ ഞാൻ പോയി. ഇതിപ്പോ എന്തായാലും നടക്കൂല. ഇന്ന് വൈകിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ കാര്യം? ആ നിങ്ങൾ ഡിവോഴ്സ് ആയിന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ പറഞ്ഞ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് പറഞ്ഞിട്ട് പോ. അതുകൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അന്ന് അങ്ങനെ പറഞ്ഞോണ്ട്. अरे रे 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 रे. बाबा वो गुस्सा आया बंदी को. मैन क्रेजी मूवी है यार. ऊपर से एक्टिंग, ट्विस्ट पे ट्विस्ट, खतरनाक है एकदम. बट मुझे ना चीजें समझ में नहीं आ रही है. ही सो मच प्रोफेशनल. हाँ लाइक killing किलिंग में. में. हाँ बिकॉज अलग-अलग तरीके. मेकिंग ऑल दैट थिंग एंड ऑल. पहले गला उठ के मारा था, फिर साइनाइड से, फिर हार्ट अटैक से. हाँ ये हार्ट अटैक वाला तो आई वाज नॉट इवन इमेजिनिंग लाइक वो शुगर टेस्ट वाली चीज से यू नो बाबा. ये लोग लेकिन अभी मनी को ढूंढ रहे हैं, लेकिन उसको कुछ तो डाउट्स है दिमाग में भी. हाँ. पुलिस ऑफिसर भी कन्विंस नहीं है. बट अभी वही देखना है कि वेदर ये will he be able to catch him or not? वो क्वेश्चन है भाई. इंटरेस्टिंग हो रहा है आगे. cool guys, so let's wait for more. Meanwhile take care. Bye bye.